സെന്റ് ഫിലോമിനാസ് കത്തീഡ്രൽ ഇന്ത്യയിലെ മൈസൂർ രൂപതയുടെ കത്തീഡ്രൽ ആയ ഒരു കത്തോലിക്ക ദേവാലയമാണിത്. കത്തീഡ്രൽ ഓഫ് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് ഫിലോമിന എന്നാണ് മുഴുവൻ പേര്. സെന്റ് ജോസഫ് കത്തീഡ്രൽ എന്നും ഇത് അറിയപ്പെടുന്നു. 1936 നിയോ ഗോതിക് ശൈലി ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. ഇതിൻ്റെ വാസ്തുവിദ്യ ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിലൊന്നാണിത്. ലത്തീൻ കത്തോലിക്ക വിശുദ്ധയും റോമൻ കത്തോലിക്ക സഭയിലെ രക്തസാക്ഷിയുമാണ് സെന്റ് ഫിലോമിന. 4-ാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിയായ ഒരു യുവ ഗ്രീക്ക് രാജകുമാരിയായിരുന്നു ഫിലോമിന. 1802 മെയ് 24 റോമിലെ വിയാ സലാരിയിലെ സെന്റ് പ്രിസില്ലയുടെ കാറ്റകോമ്പിൽ നിന്ന് 14 വയസ്സിനു മുകളിൽ പ്രായമില്ലാത്ത ഒരു കൗമാരക്കാരിയുടെ അവശിഷ്ടങ്ങൾക്കൊപ്പം ലുമന പാസ്റ്റക്കം FI എന്ന ക്രമത്തിൽ അറിയപ്പെടാത്ത അർത്ഥമില്ലാത്ത വാക്കുകൾ അടങ്ങുന്ന വിഘടിച്ച ലിഖിതങ്ങളുടെ ഒരു കൂട്ടം ടൈലുകൾ ഉണ്ടായിരുന്നു. ലാറ്റിൻ ഭാഷയിൽ വിവർത്തനം ചെയ്യുന്ന പോക്സ് ടെക്വം ഫിലോമിന എന്ന് വായിക്കാൻ അക്ഷരങ്ങൾ പുനഃക്രമീകരിച്ചു. ഫിലോമിന, നിങ്ങളുടെ സമാധാനം. അവളുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ചില ചിഹ്നങ്ങളും ഉണങ്ങിയ രക്തം അടങ്ങിയ ഒരു പാത്രവും ശവകുടീരത്തിൽ നിന്നും കണ്ടെത്തി. ഈ കണ്ടെത്തലുകളിൽ നിന്ന് ഫിലോമിന അഥവാ ഫിലോമിന എന്ന ക്രിസ്ത്യാനിയെ ശവകുടീരത്തിൽ അടക്കം ചെയ്തുവെന്നും രക്തം അടങ്ങിയ പാത്രം അവളുടെ അവശിഷ്ടമാണെന്നും ഒരു രക്തസാക്ഷിയുടെ മരണത്തിൻ്റെ തെളിവാണെന്നും നിഗമനം ചെയ്തു. 1843 മഹാരാജ മുമ്മടി കൃഷ്ണരാജ വോഡയാർ ഇതേ സ്ഥലത്ത് ഒരു പള്ളി പണികഴിപ്പിച്ചതാണ്. 1933 ഇന്നത്തെ പള്ളിയുടെ തറക്കല്ലിടിയിൽ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ലിഖിതത്തിൽ ഇങ്ങനെ പറയുന്നു: ആ ഒരേ ഒരു ദൈവത്തിൻ്റെ നാമത്തിൽ പ്രകാശപ്രപഞ്ചത്തെയും ലൗകിക ലോകത്തെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും വാഴുകയും ചെയ്യുന്ന പ്രപഞ്ചനാഥൻ, സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവജാലങ്ങളുടെയും സമാഹാരം, ലോകത്തിൻ്റെ ജ്ഞാനോദയമായ യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ച് 1843 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പള്ളി പണിതത്. 1926 മൈസൂർ മഹാരാജാവിൻ്റെ ഹുസൂർ സെക്രട്ടറി ആയിരുന്ന സർ ടി തുമ്പുചെട്ടി ഈസ്റ്റ് ഇൻഡീസിൻ്റെ അപ്പോസ്തലിക് ഡെലിഗേറ്റ് പീറ്റർ പിസാനയിൽ നിന്ന് വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് വാങ്ങി. വിശുദ്ധ ഫിലോമിനയുടെ ബഹുമാനാർത്ഥം ഒരു ദേവാലയം നിർമ്മിക്കുന്നതിനായി സഹായിക്കുന്നതിനായി രാജാവിനെ സമീപിച്ച ഫാദർ കോച്ചയ്ക്ക് ഈ അവശിഷ്ടം കൈമാറി. 1933 ഒക്ടോബർ 28 മൈസൂർ മഹാരാജാവ് ഈ പള്ളിയുടെ തറക്കല്ലിട്ടു. ബിഷപ്പ് റെനെ ഫ്യൂഗയുടെ മേൽനോട്ടത്തിൽ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായി. വിശുദ്ധ ഫിലോമിനയുടെ തിരുശേഷിപ്പ് പ്രധാന അൾത്താരയ്ക്കു താഴെയുള്ള ഒരു കാറ്റകോമ്പിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രാദേശിക സംസ്കാരത്തിൻ്റെ സമന്വയത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പള്ളി. ഡാലി എന്ന ഫ്രഞ്ചുകാരനാണ് ഈ പള്ളി രൂപകൽപ്പന ചെയ്തത്. കൊളോൺ കത്തീഡ്രലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിയോ ഗോതിക് ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കത്തീഡ്രലിൻ്റെ ഫ്ലോർ പ്ലാൻ ഒരു കുരിശിനോട് സാമ്യമുള്ളതാണ്. കുരിശിൻ്റെ നീണ്ട ഭാഗം നേവ് എന്ന് വിളിക്കപ്പെടുന്ന സഭാ ഹാളാണ്. കുരിശിൻ്റെ 2 കൈകളും ട്രാൻസെപ്റ്റുകളാണ്. അൾത്താരയും ഗായക സംഘവും അടങ്ങുന്ന ഭാഗം കടയ്ക്കലാണ്. കത്തീഡ്രലിൽ വിശുദ്ധ ഫിലോമിനയുടെ പ്രതിമയുള്ള ഒരു ക്രിപ്റ്റ് ഉണ്ട്. പള്ളിയുടെ ഇരട്ട ശിഖരങ്ങൾക്ക് 175 അടി ഉയരമുണ്ട്. അവ കൊളോൺ കത്തീഡ്രലിൻ്റെ ശിഖരങ്ങളോടും സെന്റ് പാട്രിക് പള്ളിയുടെ ശിഖരങ്ങളോടും സാമ്യമുള്ളതാണ്.